ഹലോ, 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ 2 പിക്ചർ തരും, പയറിൻ്റെയും ചോളത്തിൻ്റെയും അല്ലേ. യെസ്, അപ്പം നമ്മൾ ഇത് ടെക്സ്റ്റിലുള്ള പിക്ചറാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ചോളത്തിൽ കാണപ്പെടുന്ന ബീജാന്നത്തിൻ്റെ ധർമ്മം എന്താണെന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് വളരുന്നവരെ ഈ ചെടിക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക? ബീജാന്നത്തിൽ നിന്നാണല്ലേ കിട്ടുക. ഇതവിടെ താഴെ ആൻസർ ഉണ്ട്, നോക്കാം കേട്ടോ. ഇതാ, ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ഇവിടെ നിന്നാണല്ലേ. ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജാന്നത്തിൽ നിന്നാണ്. മനസ്സിലായല്ലോ. ഒരു ബീജപത്രം മാത്രമുള്ളത് കേട്ടോ. ഈ 2 ചെടികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഏകബീജപത്ര സസ്യമാണല്ലേ, ഒന്നേ ഉള്ളൂ ഇവിടെ. ഇത് ഏകബീജപത്ര സസ്യം. ഇതോ ഇവിടെ 2 ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇത് ദ്വിബീജപത്ര സസ്യം കേട്ടോ. അപ്പോൾ ബീജപത്രം ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ചെടി വളർന്ന് വലുതാവുന്നത് വരെ ചെടിക്കുള്ള ഭക്ഷണം കിട്ടുന്നത് എവിടെ നിന്നാണ്? ബീജാന്നത്തിൽ നിന്നാണ് അല്ലേ. യെസ്, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നിന്ന് ചോദിക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഈ 2 ബീജപത്രമുള്ള സസ്യങ്ങളുടെ ഒരു 2 എക്സാമ്പിളും പഠിച്ച് വെക്കുക. ഇതുപോലെ ഒരെണ്ണമുള്ള സസ്യത്തിൻ്റെ ഒരു എക്സാമ്പിളും പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യൻ നോക്കാം. ചോളം ഇലയിൽ കാണപ്പെടുന്നത് സമാന്തര ശിരാവിന്യാസമാണ്. കൂട്ടത്തിൽ നിന്ന് സമാന്തര വിന്യാസം ഇല്ലാത്ത സസ്യത്തെ കണ്ടെത്താൻ. അത് കടലയാണല്ലേ. യെസ്, അപ്പം നമുക്കറിയാം സമാന്തര വിന്യാസം എന്താണ്. അതുപോലെ തന്നെ ജാലികാ വിന്യാസവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒക്കെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ശിരാവിന്യാസവും വേരുപടലവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ. ഓരോ സസ്യത്തിൻ്റെ ശിരാവിന്യാസവും അതുപോലെ തന്നെ അതിൻ്റെ വേരുപടലവും തമ്മിൽ ബന്ധമുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഞാനൊന്ന് ചിത്രം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇതാണ് ജാലികാ ശിരാവിന്യാസം. ഇവിടെ സമാന്തരം. ഇത് നോക്കൂ, ഇതിങ്ങനെ ഒരേപോലെയല്ലേ പോകുന്നത്, അതാണ് സമാന്തര ശിരാവിന്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോഴോ ഇത് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. അപ്പോൾ സമാന്തരത്തിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് പറയാം. കരിമ്പ് അല്ലേ, കരിമ്പുണ്ട്, നെല്ലുണ്ട്, പിന്നെന്താണ്, ഗോതമ്പ്. ഇതൊക്കെ സമാന്തര ശിരാവിന്യാസമാണ് കേട്ടോ. ഗോതമ്പ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ സമാന്തര ശിരാവിന്യാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ജാലികാ വിന്യാസത്തിലാണെങ്കിലോ നമുക്കറിയാം കടല, ഇതാ പ്ലാവ് തന്നിട്ടുണ്ട് അല്ലേ. പ്ലാവ്, കടല ഒക്കെ പിന്നെ ജാലികാ ശിരാവിന്യാസമാണ്. പിന്നെ നമുക്കറിയാം അല്ലേ, നിങ്ങൾക്ക് അറിയുന്ന എല്ലാം എഴുതി വെക്കാം. മുന്തിരി, റംബൂട്ടാൻ, ചാമ്പക്ക, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇലകൾ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഒന്നുമില്ല, ഇതാ ഇങ്ങനെ പോകുന്നത് സമാന്തരം, ഇങ്ങനെ ബ്രാഞ്ചായി പോകുന്നത് ജാലികാ ശിരാവിന്യാസം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ കൃത്രിമ ഉപഗ്രഹം തന്നിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗവും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം കേട്ടോ. ഇൻസാറ്റ് എന്തിനു ഉപയോഗിക്കുക? വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്. എഡ്യൂസാറ്റ് വിദ്യാഭ്യാസം. ഓക്കെ, IRNSS എന്തിനാ? ഗതി നിർണ്ണയത്തിന് വേണ്ടിയിട്ട്. കാർട്ടോസാറ്റ് ഭൗമ നിരീക്ഷണം, ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം, ജിസാറ്റ് 7ഉം എമിസാറ്റും പ്രതിരോധം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരും, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇന്ത്യൻ പദ്ധതികൾ അല്ലേ. ആ മംഗൾയാൻ ഉണ്ട്, അതിൻ്റെ ലക്ഷ്യം എന്താണ്? ചൊവ്വ പര്യവേഷണമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആദിത്യ L1 ഉണ്ട്, സൗര പര്യവേഷണം. ഗഗൻയാൻ ഉണ്ട്, ബഹിരാകാശ പര്യവേഷണം. ഓക്കെ, അപ്പോൾ ഈ ചാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ, ഓരോന്നിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കൂ, ഇത് നിങ്ങൾക്ക് സിമ്പിളാണ്. ഇങ്ങനെ പിക്ചർ തന്നിട്ട് ഇത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനുണ്ടാവും, ഐഡൻറ്റിഫൈ ചെയ്യാൻ. ആദ്യത്തേത് വിറകടുപ്പാണ്, നമുക്കറിയാം അല്ലേ. രണ്ടാമത്തേത് എന്താണ്? ഇത് മണ്ണെണ്ണ സ്റ്റൗവാണ്, മണ്ണെണ്ണ സ്റ്റൗവാണ് കേട്ടോ അത്. ഇത് ഗ്യാസ് അടുപ്പ്, ഇത് വിറകടുപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. കുഴൽ ഉപയോഗിച്ച് ഊതാ അല്ലേ. പിന്നെന്തൊക്കെയാണ്? പിന്നെ നല്ല ഉണങ്ങിയ വിറക് ഉപയോഗിക്കുക. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിറകടുപ്പ് നന്നായിട്ട് കത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും.
ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അതേ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, കത്താൻ വായു വേണം എന്നുള്ള ഒരു പരീക്ഷണം നിങ്ങളോട് എഴുതാൻ പറയും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പരീക്ഷണം എഴുതാം അല്ലേ. 2 മെഴുകുതിരി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, രണ്ടും കത്തിച്ച് വെക്കുക. ഒന്ന് ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുക. അപ്പോൾ എന്താണ്, മൂടി വെച്ച മെഴുകുതിരി കെട്ടുപോയിട്ടുണ്ടാവും അല്ലേ. യെസ്, ഇതിൽ കാണുന്ന പോലെ അതിൽ തീ അണഞ്ഞിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്, അവിടെ വായു ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ വായു ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ തീ കത്താത്തത് കേട്ടോ. ഇവിടെ നമ്മൾ വായു ഉള്ളത് കൊണ്ടാണ് ഇവിടെ തീ കത്തുന്നത്. അപ്പോൾ ഈ പരീക്ഷണം നിങ്ങൾ ഓർത്തെഴുതി വെക്കണം കേട്ടോ. അപ്പോൾ തീ കത്താൻ വായു ആവശ്യമുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഈ പരീക്ഷണം ഓർത്ത് വെക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ സൗരോർജ്ജത്തിൽ താപം ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. സോളാർ കുക്കർ, വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, സോളാർ ലാമ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അടുത്തത് നോക്കൂ, ഈ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അല്ലേ ഇവിടെ തന്നിട്ടുണ്ട്, ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് കെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബ്രെയിൻലി ഉണ്ട് അല്ലേ. യെസ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അവർക്ക് നടക്കാൻ വേണ്ടി സഹായിക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് സമയം അറിയാൻ വേണ്ടി പ്രത്യേകതരം ഡിസൈൻ ചെയ്ത വാച്ചുകൾ അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു പോവണം കേട്ടോ. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കുറച്ച് രോഗങ്ങൾ, ചെങ്കണ്ണുണ്ട്, അതുപോലെ നിശാന്തത അല്ലേ, തിമിരം, അങ്ങനെയുള്ള കുറച്ച് രോഗങ്ങൾ, കണ്ണിന് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണം. പിന്നീട് നേത്രദാനത്തിനെ കുറിച്ചൊരു പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം, അതിൽ എന്തെങ്കിലും എഴുതണ്ടേ. ആദ്യം ഒരു ചിത്രം വരയ്ക്കാം, പിന്നെ നമുക്ക് എന്തെഴുതാം, നേത്രദാനം, മഹാദാനം, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. യെസ്, എന്നിട്ട് നമുക്കൊരു ബോർഡറൊക്കെ കൊടുക്കാം അല്ലേ. ബോർഡർ കൊടുക്കാം, എന്നിട്ട് ഇവിടെ ഒരു കണ്ണിൻ്റെ ഒരു ചിത്രമൊക്കെ നിങ്ങൾ നല്ല ഭംഗിയിൽ വരച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, 2 കണ്ണൊക്കെ വരച്ചിട്ട് നല്ല ബോർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ കോഡ്സൊക്കെ എഴുതുക, എന്നിട്ട് ഭംഗിയാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു പോസ്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം, ഒരു ബോർഡർ വരയ്ക്കണം, ഒരു കണ്ണിൻ്റെ ചിത്രം വരയ്ക്കുക, പിന്നെ എന്തെഴുതണം, നേത്രദാനം, മഹാദാനം എന്ന് എഴുതിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഈ പിക്ചറൊന്ന് നോക്കൂ, ഇവിടെ എന്തൊക്കെ സവിശേഷതകളാണ് നമ്മളെ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സഹായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിലെ എന്തൊക്കെ സവിശേഷതകൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണൂലേ, ഇവിടെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന കണ്ടോ, കുറച്ചിങ്ങനെ തള്ളി തള്ളി പുറത്തേക്ക് നിൽക്കുന്ന കുത്തുകൾ കണ്ടോ. അതവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഭാഷയിൽ 61, 62, 60 എന്ന് എഴുതിയതാണ്. അപ്പോൾ അവർക്ക് അവരുടെ സീറ്റ് നമ്പറൊക്കെ നോക്കി നോക്കിയല്ല, കൈവിരൽ കൊണ്ട് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കൂ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. മറ്റുള്ളവർ ഉപയോഗിച്ച് തൂവാലകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സമയം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. കമ്പ്യൂട്ടറും TV ഒന്നും ഉപയോഗിക്കരുത്. തൊട്ടടുത്ത് വന്നിരുന്നത് പോലെ ഒന്നും TV ഈ ചിത്രത്തിൽ കൊടുത്തില്ലേ, ഇങ്ങനെയൊന്നും വന്നിരുന്ന് കാണരുത് കേട്ടോ. ഓക്കെ, കുറച്ച് അകലത്തിലിരുന്ന് വേണം കാണാൻ. ഓക്കെ ആണല്ലോ. ഇവിടെ ലൈറ്റ് ഇല്ല അല്ലേ, അതും ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ കാണാൻ. അതുപോലെ തന്നെ തൊട്ടടുത്ത് വന്നിരിക്കരുത്. ഇത് ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും മൊബൈലായാലും ഒന്നും കണ്ണിൻ്റെ വളരെ അടുത്ത് കൊണ്ട് വെച്ച് കാണരുത് കേട്ടോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ത്വക്കിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ത്വക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ കേട്ടോ, തൊലി. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇനി ബട്ടർഫ്ലൈസിനെ നോക്കൂ. ഇതിനൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബട്ടർഫ്ലൈസൊക്കെ രുചി അറിയാൻ അവയെ സഹായിക്കുന്നത് ബട്ടർഫ്ലൈസിൻ്റെ ഏത് ഭാഗമാണെന്നറിയോ? അവയുടെ കാലുകളാണ് കേട്ടോ. ടേസ്റ്റ് അറിയാൻ വേണ്ടി പൂമ്പാറ്റകളെ സഹായിക്കുന്നത് പൂമ്പാറ്റകളുടെ കാലാണ്. ഓക്കെ ആണല്ലോ.
ഇനി ഈ പാറ്റയുടെ ചിത്രം നോക്കുക കേട്ടോ. പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഇത് നോക്കൂ, ഇതാ കണ്ടോ, നിംഫാണ് അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചാഘട്ടങ്ങൾ നോക്കൂ. അപ്പോൾ ഇവിടെ പാറ്റ ഉണ്ട്, പാറ്റ മുട്ടയിടുന്നു, മുട്ടയിട്ടിട്ട് നമ്മുടെ നിംഫ് വരുന്നു, പിന്നീട് അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നു അല്ലേ? യെസ്. അപ്പോൾ പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് നിംഫാണ് അല്ലേ? യെസ്, നിംഫ് എന്ന് പറയും. പിന്നെ ഇതിൻ്റെ വളർച്ചാഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു 3 ഘട്ടങ്ങളല്ലേ? എന്നിട്ട് ഈ ജീവിതഘട്ടത്തിനിടെ എന്താണ് പറയുന്നത്? പല തവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇത് സെറ്റല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നന്നായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഘട്ടങ്ങളുണ്ട്? ഇതാ മുട്ടയുണ്ട്, ലാർവ ഉണ്ട്, പ്യൂപ്പ ഉണ്ട് അല്ലേ? പിന്നെ ഇത് നമ്മുടെ എന്താണ്? ആൻലൈൻ ലീസ്വിങ് അല്ലേ? അപ്പോൾ ഇവിടെ പൂർണ്ണ വളർച്ച എത്തി. അപ്പോൾ ഇതിൽ 1, 2, 3 ഘട്ടങ്ങളുണ്ട് അല്ലേ? ഇതിൽ ഒന്ന് നോക്കാം. ഇതിൽ യാതൊരു ബന്ധവുമില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് യാതൊരു ബന്ധവും ഇല്ല അല്ലേ? ഇതിനോട് ഇല്ലല്ലോ, ഒരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്താണ് പറയുക? മെറ്റമോർഫിസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതായത് രൂപാന്തരണം അല്ലേ? ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാവില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? രൂപാന്തരണം അഥവാ മെറ്റമോർഫോസിസ് എന്ന് പറയാം കേട്ടോ. ഇവിടെ നോക്കൂ, നിങ്ങളോട് കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതണം ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ധാന്യങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഈ സ്പൈസസ്, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ അതിൽ ചേർക്കുമ്പോൾ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ആ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് നല്ലൊരു രുചി ഉണ്ടാവും. പിന്നീട് എന്താണ്, മറ്റ് കീടങ്ങളിൽ നിന്ന് നമുക്ക് ഇവയെ സംരക്ഷിക്കാൻ പറ്റും അല്ലേ? ഇതാ നോക്കൂ, കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. മറ്റ് കീടങ്ങളിൽ നിന്ന് ആ ധാന്യങ്ങളിലേക്ക് വേറെ കീടങ്ങളൊന്നും വരില്ല. ഈ സ്പൈസസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ കീടങ്ങളൊന്നും വന്ന് ആ ധാന്യങ്ങൾ നശിപ്പിക്കില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം കേട്ടോ. ഇതാ, ഈ പാമ്പ് കടിയേറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാകുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അല്ലേ? അപ്പം ഒരു സ്ഥലത്ത് ഇപ്പോൾ കാലിൽ കടിയേറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നീട് ഒരു മുറിവുണ്ടാക്കാൻ ശ്രമിക്കരുത്. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ പൊടിക്കൈകളൊക്കെ ചേർത്ത് വിഷം വലിച്ചെടുക്കാനൊന്നും ശ്രമിക്കരുത്. കടിയേറ്റയാളെ പേടിപ്പിക്കരുത്. അതാണ് ഇവിടെ പരിഭ്രമിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ: ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. ഇതും കൂടി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാമിന് നാളെ നന്നായിട്ട് എഴുതാൻ പറ്റും. തിങ്കളാഴ്ച. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇരുന്ന് ഇതിലെ കാര്യങ്ങളെല്ലാം ഇരുന്ന് പഠിക്കുക. സംശയമുള്ളത് ടെക്സ്റ്റ് നോക്കുക, എന്നിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ടെക്സ്റ്റൊക്കെ വായിച്ച് പഠിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.